നടത്തുകയും സംഗീത സദസ് ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ച ഹിന്ദി സാഹിത്യകാരനായിരുന്നു അമീർ ഖുസ്രു. വളരെ കാലം അങ്ങനെ തന്നെയാണ്. അമീർ ഖുസ്രുവിന് നവാബ്മാരുടെ മക്കൾക്ക് രോമാഞ്ചമായിരുന്നു. അങ്ങനെയുള്ള അമീർ ഖുസ്രു ഒരു ദിവസം ഡൽഹിയിലൂടെ സിത്താരയും വായിച്ച് നല്ല ഗാനവും ആലപിച്ചു പോകുമ്പോഴാണ് നിസാമുദ്ദീൻ ഔലിയയെ കാണുന്നത്. നിസാമുദ്ദീൻ ഔലിയയുടെ സമീപത്ത് അദ്ദേഹം എത്തുന്നത്. നിസാമുദ്ദീൻ ഔലിയ ചോദിച്ചു, ആരാണ് അത് എന്ന്. അപ്പോൾ അടുത്തുള്ള ശിഷ്യന്മാർ പറഞ്ഞു, അത് അമീർ ഖുസ്രു എന്ന സംഗീതജ്ഞനാണ് എന്ന്. ഇവിടെയുള്ള കൊട്ടാരങ്ങളിലെല്ലാം തന്നെ നിശാ ക്ലബ്ബ് നടത്തുന്നതിന്റെ പ്രമുഖനാണ് അദ്ദേഹം എന്ന്. നിസാമുദ്ദീൻ ഔലിയ അമീർ ഖുസ്രുവിനെ അടുത്തേക്ക് വിളിച്ചു. അമീർ ഖുസ്രു ഇങ്ങനെ ജീവിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും തന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും അദ്ദേഹം എവിടെയും ആരുടെ കയ്യിലും കൊടുക്കാത്ത ആ സംഗീതോപകരണമായ സിത്താര താഴെ വീണുപോയി. വാസ്തവത്തിൽ താഴെ വീണുപോയി എന്ന് മാത്രമല്ല, നിസാമുദ്ദീൻ ഔലിയയുടെ കാൽക്കൽ അദ്ദേഹം വീണു. അദ്ദേഹം തൗഹീദിന്റെ കലിമ രണ്ടാമത് ആവർത്തിച്ചു. അദ്ദേഹത്തിന്റെ കൈപിടിച്ച് ബയ്യത്ത് ചെയ്തു. നിസാമുദ്ദീൻ ഔലിയയുടെ മഹാനായ മുരീദായിക്കൊണ്ട് അദ്ദേഹം ജീവിച്ചു. ഇന്നും ഡൽഹിയിൽ പോയവർക്ക് നിസാമുദ്ദീൻ വലി ഔലിയയുടെ മസാർ സന്ദർശിച്ചവർക്ക് അറിയാൻ കഴിയും. അതിന്റെ തൊട്ടടുത്താണ് അമീർ ഖുസ്രുവിന്റെ മക്ബറയുള്ളത്. അമീർ ഖുസ്രു അത്രത്തോളം നിസാമുദ്ദീൻ ഔലിയയിൽ ലയിച്ചു പോവുകയുണ്ടായി. വാസ്തവത്തിൽ ഇവിടെ എന്ത് മാസ്മരിക ശക്തിയാണ്! ഈമാനിന്റെ ശക്തിയല്ലാതെ, തഖ്വയുടെ ശക്തിയല്ലാതെ, ഈ തഖ്വയുടെ ശക്തിയും ഈമാനിന്റെ ശക്തിയുമാണ് ജാടയില്ലാതെ സൂഫികൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഇസ്ലാമിന്റെ പ്രചരണത്തിന് ഏറ്റവും വലിയ സാക്ഷ്യം വഹിച്ചത് ഇവരുടെ മഹത്തായ പ്രവർത്തനങ്ങളായിരുന്നു. ഇവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ മാറ്റമുണ്ടാകും. എത്രയെത്ര വലിയ ഉന്നത പണ്ഡിതന്മാരാണ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ സമീപത്ത് ചെല്ലാറുള്ളത്. അദ്ദേഹത്തിന്റെ അരികെ ചെല്ലുന്നു, ഇരിക്കുന്നു. മനസ്സിന് എന്തൊരു സമാധാനമാണ്, എന്തൊരു സന്തോഷമാണ്, എന്തൊരു നിർവൃതിയാണ്. അവിടെ ഈമാൻ വർദ്ധിക്കുകയാണ്, ഭൗതിക താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഏറ്റവും അധികം മാർഗദർശനം നടത്തുന്നവരാണ് സൂഫികൾ. അവരുടെ ഈ മഹത്തായ ഫന്നിനെ, ഈ ശാസ്ത്രത്തെയാണ് തസവുഫ് എന്ന് പറയുന്നത്. തസവുഫിനെ പറ്റി പ്രശസ്തമായ ഒരു മലയാളത്തിൽ ഗ്രന്ഥം ബഹുമാനപ്പെട്ട എന്റെ വന്യ സുഹൃത്ത് ബഹൗദ്ദീൻ മൗലവി മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. ഹഖായിഖുൻ അനി തസവുഫി. വാസ്തവത്തിൽ അഷേഖ് സയ്യിദ് അബ്ദുൽ ഖാദിർ ഈസ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ്. അതൊരു ബൃഹത്തായ മലയാള ഗ്രന്ഥമാണ്. ഞാൻ എന്റെ വന്യ സുഹൃത്തിനോട് മാപ്പ് ചോദിക്കുകയാണ്. അദ്ദേഹം അതിന്റെ ഒരു കോപ്പി എനിക്ക് നൽകുകയുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം പറഞ്ഞു, ഇതിനെ വിലയിരുത്തിക്കൊണ്ട് ചന്ദ്രികയിൽ ഒരു ലേഖനം കൊടുക്കണമെന്ന്. എനിക്ക് ഇതുവരെയും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്രദ്ധയിൽ അത് മറന്നുപോയി. പലപ്പോഴും പിന്നീട് അത് ഓർമ്മയുണ്ടായില്ല. ഇപ്പോഴാണ് എന്റെ മനസ്സിൽ അതിനെ പറ്റിയുള്ള ഓർമ്മ വരുന്നത്. ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. വാസ്തവത്തിൽ അദ്ദേഹം മൊഴിമാറ്റം നടത്തിയ ആ ഗ്രന്ഥം ഇവിടുത്തെ സുന്നി പബ്ലിക്കേഷൻ സെന്ററിൽ നിന്ന് കിട്ടും. വായിച്ചാൽ നിങ്ങൾക്ക് തസവുഫ് എന്താണ് എന്ന് അതിന്റെ ഒരു സമഗ്രമായ വിലയിരുത്തൽ ആ പുസ്തകത്തിലൂടെ, ആ കിതാബിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ തന്നെ ഒരു വാഫി പണ്ഡിതൻ, നഈം എന്ന് പറയുന്ന ഒരു വാഫി പണ്ഡിതൻ, ഇബ്നു അറബിയുടെ അൽ ഹിക്കം എന്ന് പറയുന്ന ഗ്രന്ഥം ചെറുതാണെങ്കിലും ആശയം ഗംഭീര്യമാണ്. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് മലേഷ്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ചില പ്രസിദ്ധീകരണ സമിതിയാണ്. ഇനി ഇവിടെ നമ്മുടെ കേരളത്തിൽ അത് പ്രചാരത്തിൽ വന്നിട്ടില്ല. അടുത്ത് അതിന്റെ ഒരു രണ്ടാമതൊരു ഉദ്ഘാടന കർമ്മം നമ്മുടെ കോഴിക്കോട് വെച്ച് നടത്തുന്നതുമാണ്. വാസ്തവത്തിൽ നഈം എന്ന് പറയുന്നത് വാഫി പണ്ഡിതനാണ്, നാഫി വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഇംഗ്ലീഷിൽ വളരെയേറെ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. ഹിക്കമിനെ അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തുകയുണ്ടായി. ഇത്തരം ഗ്രന്ഥങ്ങളിലൂടെ ഈ മഹിതമായ ആശയങ്ങൾ മനസ്സിലാക്കാനും പ്രബോധനം ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എനിക്ക് അനുവദിച്ച സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയരായ പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങളും ഹാഷിം കുറ്റിക്കോയ തങ്ങളും വേദിയിലെത്തിയിട്ടുണ്ട്. ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. കാര്യങ്ങൾ ഒഴിവാക്കണം. പക്ഷെ എന്ത് വേണം? സ്വാധിക്കീൻ, നിങ്ങൾ സ്വാധീകന്മാരോടൊപ്പം ആവണം.
എന്താ? മഹാനായ റസൂൽ ഖുർആനും സുന്നത്തും ഇവിടെ വിട്ടേച്ച് പോയി. അതിനെ മുറുകെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അതേ സന്ദർഭത്തിൽ പിഴച്ച ആശയ ആദർശങ്ങൾ വെച്ചുകൊണ്ട് ഖുർആനിനും ഹദീസിനും ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് ദുർവ്യാഖ്യാനം കൊടുക്കുന്ന ചില കദ്ദാബിയങ്ങൾ ഈ ലോകത്ത് എല്ലാ കാലത്തും വരും. അപ്പൊ അവരെ ആസ്പദമാക്കി ജീവിക്കരുത്. തഖ്വയുടെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ ആജ്ഞ സ്വീകരിക്കുന്ന കാര്യത്തിൽ, വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുന്ന കാര്യത്തിൽ സാത്വികന്മാരോടൊപ്പം ആവണം നിങ്ങൾ. ആരാണ് ഈ സാത്വികന്മാർ? നമസ്കാരത്തിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നേരായ വഴിയിൽ നിങ്ങൾ ചേർക്കണം. എന്നിട്ട് പറയുന്നു സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ സൃഷ്ടികളെ സമ്പൂർണമായി ഞാൻ ഗ്രഹം ചെയ്ത നബിമാർ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ, സുലഹകൾ, കുമ്മലാകുന്ന ഔലിയാക്കന്മാർ, അവരോടൊപ്പമാവണം നിങ്ങൾ വിശ്വാസപരമായ കാര്യത്തിൽ, കർമ്മപരമായ കാര്യങ്ങളിൽ, പ്രവർത്തനപരമായ കാര്യങ്ങളിൽ, വ്യക്തിപരമായ കാര്യങ്ങളിൽ, കുടുംബപരമായ കാര്യങ്ങളിൽ, സാമുദായികമായ കാര്യങ്ങളിൽ, സാമൂഹ്യമായ കാര്യങ്ങളിൽ എല്ലാം തന്നെ മുൻകാലിയായ മഹാന്മാരുടെ വ്യാഖ്യാനവും അവരുടെ നടപടിക്രമങ്ങളും അതോടൊപ്പമാവണം നിങ്ങൾ പോവേണ്ടത്. മഹാനായ റസൂലിനെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു നമുക്ക് പരിചയപ്പെടുത്തുന്നത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കിഹിം. ആ റസൂൽ നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ആയാത്തുകളെ ഓതിത്തരും. വയുസക്കിഹിം, ആ റസൂൽ അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പൊ ശുദ്ധീകരിക്കൽ, തസ്ഫീയത്ത്, തസബ്ബുഫ്, ഇത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ പറയുന്നു യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ആ റസൂൽ നിങ്ങൾക്ക് ഖുർആനെ പഠിപ്പിച്ചു തരും. വൽ ഹിക്മത, ദീനിന്റെ വിധികളെയും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ആ റസൂൽ എങ്ങനെയാണോ ദീനിന്റെ വിധികൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്, ഏത് വിധത്തിലാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തസ്കിയത്ത് തന്നത്, ആ വിധത്തിലായിരിക്കണം നിങ്ങളെ നീക്കുമെന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തന്നു. അല്ലാഹു പറഞ്ഞു, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. ആദ്യമായി ദീനിലേക്ക് മുൻകടന്നവർ, മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങൾ, അൻസാറുകൾ, വല്ലദീന തബഉഹും ബിഇഹ്സാൻ, നന്മ പ്രവർത്തിക്കൽ കൊണ്ട് അവരോട് സമ്പൂർണമായി തുടർന്നവർ, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അല്ലാഹു അവർക്ക് നൽകുന്ന പ്രതിഫലവും കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് ഖുർആനിൽ ഹുദാത്തുൽ ഉമ്മത്ത് ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അല്ലാഹുവിന്റെ തൃപ്തിയായി ജീവിച്ച് മരിക്കുവാൻ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും നമ്മൾ അമൽ ചെയ്യൽ മാത്രമല്ല, ആ അമൽ ചെയ്യുന്നതിൽ ഹുദാത്തുൽ ഉമ്മത്തായ മുന്നബി അലൈഹിയായ അല്ലാഹുവിന്റെ തൃപ്തിക്ക് പാത്രീഭൂതരായ മഹാന്മാരോടൊപ്പം തുടർന്നാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള ഉസ്താദുമാരെ, ശ്രോതാക്കളെ, നമ്മുടെ ഈ തസ്കിയത്ത് സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ആധ്യാത്മിക തലങ്ങളെ സംബന്ധിച്ചുള്ള സുപ്രധാനമായൊരു വിഷയാവതരണവും അനുബന്ധമായ ആശംസാ പ്രസംഗങ്ങളുമാണ് ഇവിടെ നടന്നത്. സാമൂഹിക രംഗത്ത് സൂഫികൾ നിർവഹിച്ച ദൗത്യത്തെക്കുറിച്ചും നിത്യജീവിതത്തിൽ ഒരു വിശ്വാസി പുലർത്തേണ്ട വിശുദ്ധിയെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന പ്രസ്തുത പ്രബന്ധം അഗാധവും വിശാലവുമായ പഠനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. വിശാലവും ഗഹനവുമായ വിഷയത്തെ പ്രസക്ത ഭാഗങ്ങൾ വിട്ടുപോകാതെ തന്നെ ഇവിടെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. സൂഫികളുടെ ജീവിതം എന്ന പ്രസക്തമായ വിഷയം സൂഫികളുടെ ജീവചരിത്രത്തിലൂടെ ആധ്യാത്മിക ശാസ്ത്രത്തെ പങ്കുവെക്കുന്ന രീതിയിൽ തന്നെ വിവിധ കാലഘട്ടങ്ങളിൽ ഉടലെടുത്ത ചിന്താധാരകളും പ്രസ്ഥാനങ്ങളും ആധ്യാത്മികതയെ, തസവുഫിനെ സൈദ്ധാന്തികമായി മാത്രം പരിചയപ്പെടുത്തിയപ്പോൾ സാമൂഹിക തലങ്ങളിൽ ഇവക്ക് പ്രസ്താവ്യമായ സ്വീകാര്യതയും അംഗീകാരവും ഇല്ലാതെ പോവുകയും ഈ അവസരത്തിലാണ് ഇസ്ലാം പ്രായോഗിക സൂഫിസത്തെ മുന്നോട്ട് വെക്കുന്നത്. അത്തരം പ്രാക്ടിക്കൽ സൂഫിസത്തിന്റെ യാഥാർത്ഥ്യത്തെയാണ്
സൂഫികളുടെ ജീവിതം അടയാളപ്പെടുത്തുന്നത്. സത്യപ്രബോധനത്തിന് അവർ ആശ്രയിച്ചിരുന്നത് വായ്ത്താരികളെ ആയിരുന്നില്ല, ജീവിതത്തെയായിരുന്നു. ദാർശനികരും എഴുത്തുകാരും ബഹുഭാഷാ പണ്ഡിതരും പ്രഭാഷകരും ആയിരുന്നിട്ട് പോലും വാക്കുകളെക്കാൾ മൗനങ്ങൾ കൊണ്ട് വിപ്ലവം സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ സംഭാവനകൾ അധികം അർപ്പിച്ചവരും സൂഫികൾ തന്നെ എന്ന് പറയാൻ സാധിക്കും. ആത്മീക വളർച്ചയ്ക്ക് നിത്യജീവിതത്തിൽ തസവുഫിന്റെ പ്രയോഗവൽക്കരണം എന്നതാണ് നമ്മുടെ ഈ തസ്കിയ സെഷൻ മുന്നോട്ട് വെക്കുന്ന പ്രമേയം. വർത്തമാന സാഹചര്യങ്ങളിൽ മതം ഒരു സ്വകാര്യ ഇടപാടായി മാത്രം ഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വിശുദ്ധിയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. മുസ്ലിമിന്റെ സകല നിശ്ചലനങ്ങളിലും വിശുദ്ധി നിയലിക്കുന്ന ഒരു ചുറ്റുപാട് ഉയർന്നു വരേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തസവുഫ് തത്വത്തിലും പ്രയോഗത്തിലും ജീവിത വിശുദ്ധിയെയാണ് വിഭാവനം ചെയ്യുന്നത്. ഭൗതികതയുടെ അതിപ്രസരത്തിൽ കണ്ണ് മഞ്ഞളിക്കുമ്പോൾ മനസ്സിന് അനുഭവപ്പെടുന്ന അസ്വാരസ്യങ്ങളും അസ്വാസ്ഥങ്ങൾക്കും പൂർണ്ണ പരിഹാരം നിർദ്ദേശിക്കാൻ ആധ്യാത്മികതയോളം തസവുഫിനോളം വരുന്ന മറ്റൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ആത്മീയതയുടെ പേരിൽ വിശ്വാസത്തെ ചൂഷണ സാമ്പത്തികാഗമന ഉപാധികളായി ദുരുപയോഗം ചെയ്യുന്ന ഹീനതന്ത്രങ്ങളെ തിരിച്ചറിയുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു പ്രമേയവും നമ്മുടെ ഈ തസവുഫ് തസ്കിയ സെഷൻ വിളിച്ചറിയിക്കുന്നു. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ ഇവിടെ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദ്യമായ കൃതജ്ഞത ഇതോടൊപ്പം തന്നെ അറിയിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുനാസി കോയക്കുട്ടി ഉസ്താദ്, ആമുഖ ഭാഷണം നിർവഹിച്ച വന്യരായ ഇസ്ഹാഖ് ബാക്കവി ഉസ്താദ്, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച യമൻ മതകാര്യ ഉപദേഷ്ടാവ് ഡോക്ടർ മുഖ്താർ ഹുസൈൻ അസ്സാലിമി, അതുപോലെ അധ്യക്ഷ ഭാഷണം നിർവഹിച്ച പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, വിഷയം അവതരിപ്പിച്ച സെയ്ദ് മുഹമ്മദ് നിസാമി, അതുപോലെ തങ്ങളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഇവിടെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, നാസിർ ഹയ്യ തങ്ങൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സയ്യിദ് ഹാഷിം കുഞ്ഞിക്കോയ തങ്ങൾ തുടങ്ങി ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് തുടങ്ങിയ ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, അതുപോലെ ഈ ശബ്ദം ശ്രവിക്കുന്നതിന് വേണ്ടി വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്